Hi friends! So, അടുത്ത ഒരു എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മിക്സ്ഡ് തോരൻ റെസിപ്പിയാണ്. ഇവിടെ ഞാൻ കുറച്ച് മിക്സ്ഡ് വെജിറ്റബിൾസ് യൂസ് ചെയ്തിട്ട് നല്ലൊരു ടേസ്റ്റിയായോ അതുപോലെ ഹെൽത്തി ആയ ഒരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 5 മിനിറ്റ് മാത്രം മതി നമ്മുടെ ഈ തോരൻ റെഡി ആവാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ ഞാൻ പടവലങ്ങ, കുമ്പളങ്ങ, പിന്നെ ക്യാരറ്റൊക്കെ നല്ല ഹെൽത്തിയാണ്. നമ്മുടെ ഐസിനായാലും നല്ലൊരു ഹെൽത്തിയായ ഒരു വെജിറ്റബിളാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയുമോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിള്ളേർക്ക് വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണത്തിന് നിങ്ങൾ ഷുവറായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. എങ്ങനെ ഈ തോരൻ ഉണ്ടാക്കണേ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 3 ക്യാരറ്റ്, അത് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുമ്പളങ്ങ ഞാൻ തൊലിയെല്ലാം ചെത്തി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പടവലങ്ങ, പിന്നെ 3 പച്ചമുളക്, 2 സവാള ഉള്ളി. ഇപ്പം നിങ്ങൾക്ക് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. അത് ഇച്ചിരി കൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ സവാള ഉള്ളി എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തേങ്ങ എടുക്കാം. നമ്മൾ എത്ര ക്വാണ്ടിറ്റി തോരനുള്ളത് അത്ര അനുസരിച്ചാണ് നമുക്ക് തേങ്ങ വേണ്ടത്. പിന്നെ ഉള്ളത് കടുക് വറുക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ഞാൻ 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. 2 കൊച്ചുള്ളി, കറിവേപ്പില, പിന്നെ ചെറുപയർ പരിപ്പ്. ഇത് മൂങ്ഡാലും പറയും. അത് ജസ്റ്റ് നല്ല തോരനകത്ത് ഇടുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് അതിൻ്റെ കടുക് ഇട്ടുമ്പോൾ നല്ല രസമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് കടുവിന് വേണ്ടി വേണ്ടത്. അപ്പം ഇത്രയും മൊത്തം സാധനങ്ങൾ നമുക്ക്, പിന്നെ മഞ്ഞപ്പൊടിയും വേണം. ഇത്രയും വേണം നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഈ തോരൻ ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഈ പച്ചക്കറി ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം. ഇവിടെ ഞാൻ എല്ലാ വെജിറ്റബിൾസും ഒന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം ഇതിൻ്റെ വലുപ്പവും ആ ഒരു സൈസ് ഇതുപോലെ വേണം. ഇപ്പം എല്ലാം കൊത്തി അരിഞ്ഞെടുത്തായിരിക്കും നല്ലത്. നമ്മൾ ചീകാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കിങ്ങനെ വിട്ട് നമ്മളുടെ തോരൻ ഇരിക്കത്തില്ല. അപ്പം കൊത്തി അരിയാൻ അറിയാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് ചീകി എടുക്കാവുന്നതുമാണ്. സോ എല്ലാം ക്യാരറ്റും സവാള എല്ലാം ഞാൻ ഇവിടെ ഒരുമിച്ച് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളകും ഇതിനകത്ത് തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് അത് പാകം ചെയ്യുന്നതിനും നോക്കാം. അതായത് നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് കൊച്ചുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനിയും കറിവേപ്പില. ഇനി ഉള്ളി ഒന്ന് സ്ലൈറ്റ്ലി ബ്രൗൺ ആവുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി സ്ലൈറ്റ്ലി ബ്രൗൺ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഉള്ളിയും പച്ചമുളകും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ചിട്ട് കൊടുക്കാം. പച്ചമുളക് തന്നെ ഞാൻ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതുപോലെ നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കേണ്ടത് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് തീ ഒന്ന് കുറച്ചിട്ടിട്ട് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ഇടുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാവുന്നതാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാ വെജിറ്റബിൾസും എല്ലാം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഞാനിവിടെ തേങ്ങ ഇടുന്നത്, അരമുറി തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് നമുക്കെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാവുന്നതാണ്. നല്ല കളർഫുള്ളായ ഒരു തോരനാണ്. അതുപോലെ തന്നെ അത്രയും ഹെൽത്തിയുമാണ്. ബിക്കോസ് ഇത് മിക്സ് വെജിറ്റബിൾസ് ആയതുകൊണ്ട് എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല ഹെൽത്തി ആയ വെജിറ്റബിൾസ്. ഇതിപ്പോൾ ഞാൻ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ചെറിയ തീ തന്നെ വേവിച്ചെടുക്കണം. ഒന്ന് അടിച്ചു വെച്ചാൽ വേവിച്ചെടുക്കേണ്ടത്. ഇതിനകത്ത് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് പാത്രത്തിൽ താഴെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ തോരൻ ഒന്ന് വേവിച്ച് കിട്ടാൻ വേണ്ടി 5 മിനിറ്റ് മാത്രം മതി, നമുക്ക് വെന്ത് കിട്ടും.
അപ്പം നമുക്കിനി പിന്നെ ഒന്ന് അടിച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം എൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിക്സ് വെജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുള്ളും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയായ തോരനാണ്. ഇതിനകത്ത് മിക്സ് വെജിറ്റബിൾ ആയതുകൊണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വെജിറ്റബിൾസൊക്കെ വേവാൻ ഒത്തിരി ടൈം വേണ്ട. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ ഈ തോരൻ റെഡിയാവും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ഫീഡ്ബാക്ക് ഷുവറായിട്ട് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കനുണ്ട്, അതും എനേബിൾ ചെയ്യണം. എന്നാലേ പുതിയ വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു വിഭവമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എൻജോയ് യുവർ ഓണം. ടേക്ക് കെയർ. ബൈ.